Dear students, today we will discuss on graphs. A Cartesian coordinate system is composed of a horizontal line and a vertical line set perpendicular to each other. അതായത് നമ്മൾ ഒരു ഹോറിസോണ്ടൽ ലൈൻ, ഇതാണ് ഹോറിസോണ്ടൽ ലൈൻ, ദിസ് ഈസ് വെർട്ടിക്കൽ ലൈൻ. ഇതാണ് നമ്മൾ എന്ത് പറയാ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഹോറിസോണ്ടൽ ലൈൻ ആൻഡ് ദിസ് ഈസ് വെർട്ടിക്കൽ ലൈൻ ആൻഡ് ദിസ് ഈസ് കോൾഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ആൻഡ് ദിസ് ഈസ് കോൾഡ്, നമ്മൾ സാധാരണ രീതിയിൽ നിങ്ങൾ പറയും എന്ത് പറയും, ഹോറിസോണ്ടൽ ലൈനെ നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയും, വെർട്ടിക്കൽ ലൈനെ നമ്മൾ എന്ത് പറയും, വെർട്ടിക്കൽ ലൈനെ എന്താ പറയുക, നമ്മൾ വൈ ആക്സിസ് എന്നും പറയും. മനസ്സിലായോ? എന്നിട്ട് ഈ ലൈൻസിനെ ദീസ് ലൈൻസ് ആർ കോൾഡ് കോർഡിനേറ്റ് ആക്സസ് എന്നാണ് പറയുന്നത്. ഇതിന് ഈ ലൈൻസിനെ കോമൺ ആയി നമ്മൾ ശരിക്കും പറയുന്ന പേരെന്താണ്, മുഴുവനായിട്ട് പറയുന്നത് കോർഡിനേറ്റ് ആക്സസ്. ആ കോർഡിനേറ്റ് ആക്സിസിലാണ് ഇത് ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ലൈൻ ഈസ് വൈ ആക്സിസ്. ആൻഡ് ദെയർ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഇതല്ലേ, രണ്ട് ആക്സിസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം, ദെയർ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈസ് ദ ഒറിജിൻ. ദിസ് ഈസ് ദ ഒറിജിൻ. ഒറിജിൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, 0 0 എന്നാണ് പറയാ, അല്ലെ? ദിസ് ഈസ് ദി ഒറിജിൻ. പിന്നെ എന്താണ്, ഈച്ച് പോയിന്റ് ഇൻ ദ കോർഡിനേറ്റ് പ്ലെയിൻ ഈസ് യുണീക്ലി അസോസിയേറ്റഡ് വിത്ത് ആൻ ഓർഡേർഡ് പെയർ ഓഫ് നമ്പേഴ്സ് നോൺ ആസ് കോർഡിനേറ്റ്സ്. പിന്നെ ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഇതിലുള്ള ഈ ലൈനാണല്ലോ, നമ്മൾ എക്സ് എക്സ് വൈ എക്സ് ആണ്. ഇത് 0 0 ആയതുകൊണ്ട് ഞാൻ ഇവിടെ 1 2 3 അങ്ങനെ അടയാളപ്പെടുത്താം. ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എന്താവും, -1 -2 അങ്ങനെ അടയാളപ്പെടുത്തും. മുകളിലോട്ട് ഞാൻ എന്തടയാളപ്പെടുത്തും, 1 2 3 അങ്ങനെയാവും. ഇങ്ങോട്ട് താഴോട്ടോ ഓരോ യൂണിറ്റ് താഴോട്ട് -1 -2 -3. ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പം എനിക്ക് എന്ത് പറയാം, അപ്പം അതിനെ ഞാൻ എന്ത് പറയാം, പിന്നെ കോർഡിനേറ്റ്സ് എന്നാണ് പറയുക. ഈ പോയിന്റിനെ എനിക്ക് റെപ്രസെൻറ്റഡ് ബൈ കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വിചാരിച്ചാൽ, അതിന് വൈ ആക്സിസ് എന്നുള്ള ദൂരം നോക്കുക എത്രയായിരിക്കും. വൈ ആക്സിസ് നിന്ന് എത്ര ദൂരം ഉണ്ട് നോക്കുക. അതായത് അപ്പം എത്ര ദൂരം ഉണ്ട്, 3 യൂണിറ്റ് അകലത്തിലാണ് ഇത് ഈ പോയിന്റ് ഇരിക്കുന്നത്. അപ്പം ഞാൻ 3 അത് ആദ്യം എഴുതണം. പിന്നെ എക്സ് ആക്സിസ് നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഇത് നോക്കുക. എക്സ് ആക്സിന് എത്ര ഡിസ്റ്റൻസിലാണ്, 1 ഡിസ്റ്റൻസിലാണ്, അല്ലേ? ഇതാ അങ്ങനെ അരച്ചൊന്നും അത്ര ശരിയായിട്ടില്ല. 1 ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് പറയാം, 1 ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പം എനിക്കിതിനെ, ഈ പോയിന്റിനെ എനിക്ക് 3 1 എന്ന് പറയാം. മനസ്സിലായോ? ദ ഫസ്റ്റ് കോർഡിനേറ്റ് ഈസ് കോൾഡ് ദ എക്സ് കോർഡിനേറ്റ്. അപ്പം ഞാൻ 3 1 എഴുതുമ്പോൾ അല്ല, ഫസ്റ്റ് കോർഡിനേറ്റിനെ ഞാൻ എക്സ് കോർഡിനേറ്റ് ഓർ ആപ്സിസ എന്ന് പറയും. ആപ്സിസ സ്പെല്ലിംഗ് ABSCISSA. ഫസ്റ്റ് കോർഡിനേറ്റ് ഈസ് കോൾഡ് എക്സ് ആക്സിസ് ഓർ ആപ്സിസ and which gives the distance of the point from the vertical line. മനസ്സിലായോ? ആ പോയിന്റിന് വെർട്ടിക്കൽ ലൈനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് കാണിക്കുക. ആൻഡ് ദ സെക്കൻഡ് കോർഡിനേറ്റ് എന്താണ്, വൈ ആണ്. അതിവിടെ എത്രയോ 1 വന്നേരം. അതെന്താ കാണിക്കുന്നത്, വൈ കോർഡിനേറ്റിനെ ഞാൻ എന്താ പറയാ, ഓർഡിനേറ്റ് എന്നാണ് പറയുക. ഓർഡിനേറ്റ് which shows the distance of the point from the horizontal line. ഹോറിസോണ്ടൽ ലൈനുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ആ പോയിന്റിന് ഹോറിസോണ്ടൽ ലൈനുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അതാണ് ഇത് കാണിക്കുന്നത്. പിന്നെ വേറെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ടു ദ റൈറ്റ് ഓഫ് വൈ ആക്സിസിന്റെ റൈറ്റിലോട്ട് എന്തായിരിക്കും, ഇത് വൈ ആക്സിസ് ആണ്. ഇത് വൈ ആക്സിസ് ആണെങ്കിൽ വൈ ആക്സിസിന്റെ ലെഫ്റ്റ് ഈ സൈഡും റൈറ്റ് ഇപ്പുറത്തെ സൈഡും ആണ്, അല്ലേ? റൈറ്റിൽ എപ്പോഴും എന്തായിരിക്കും, എക്സ് കോർഡിനേറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? വൈ ആക്സിസിന്റെ റൈറ്റ് സൈഡിൽ എക്സ് കോർഡിനേറ്റ് എപ്പോഴും
പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നോക്കൂ 1 2 3 എന്നാണ് ഇവിടെ എക്സ് കോർഡിനേറ്റ് എഴുതിയത്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റോ -1 -2 എക്സെട്ര അങ്ങനെയാണ് എഴുതിയത്. മനസ്സിലായോ? ആൻഡ് എബവ് ദ എക്സ് ആക്സിസ്, എക്സ് ആക്സിസിന്റെ മുകളിലോട്ട് y കോർഡിനേറ്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. y കോർഡിനേറ്റ്സ് ആർ പോസിറ്റീവ് ആൻഡ് ബിലോ ദ എക്സ് ആക്സിസ് the y coordinates are negative. അതായത് -1 -2 -3 എക്സെട്ര അങ്ങനെ വരും. ഇനി പിന്നെ the quadrants are numbered counter clockwise. അതായത് ഞാൻ ഈ ക്വാഡ്രൻസിനെ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. മനസ്സിലായി? ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ദിസ് ഈസ് സെക്കൻഡ് ക്വാഡ്രന്റ്, ദിസ് ഈസ് തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ദിസ് ഈസ് ഫോർത്ത് ക്വാഡ്രന്റ് എന്നാണ് പറയുക. അതായത് ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ എങ്ങനെയാ വരിക? ഇങ്ങനെ വരും അല്ലേ? ക്ലോക്കിന്റെ സൂചി പോകുന്ന പോലെ വരും. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇതിന്റെ ഈ നമ്മള് കോർഡിനേറ്റ്സ് നമ്പർ ഇടുന്നത്. അതായത് 1, പിന്നെ ഇങ്ങോട്ട് 2 3 ആൻഡ് ദിസ് ഈസ് ഫോർത്ത് ക്വാഡ്രന്റ്. പിന്നെ ഈ കോർഡിനേറ്റ്സ് ഒരു പോയിന്റ്, ഇപ്പൊ ഞാൻ ഈ 3 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് പി ആണെങ്കിൽ ആ പോയിന്റിന്റെ എന്താണ് നമുക്ക് ഈ കോർഡിനേറ്റ്സ് തരുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാല് ഈ 3 5 അല്ലെങ്കിൽ 3 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 3 ഫ്രം y ആക്സിസ് ആൻഡ് ഡിസ്റ്റൻസ് 1 ഫ്രം x ആക്സിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ അടുത്തത് നമുക്ക് നോക്കാം. ഇനി വേറൊരു ഇത് നോക്കാം കേട്ടോ, ഒരു മിനിറ്റ്. ഇനി വേറൊരു ഞാൻ വരയ്ക്കുകയാണ്, നോക്കിക്കോളൂ കേട്ടോ. The origin 0 1 2 3 4 5 അങ്ങനെ വരച്ചു. ഈ സൈഡിലോട്ട് -1 -2 -3 -4 അങ്ങനെ ഞാൻ വരച്ചു. ഇവിടെ -1 -2 -3 -4 -5 അങ്ങനെ വരച്ചു. ഇതിങ്ങോട്ട് 1 2 3 4 5 അങ്ങനെ വരച്ചു. അങ്ങനെ ആവുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക. പിന്നെ -2 2 3 എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും? -2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 യൂണിറ്റ്സ് അല്ല, -2 യൂണിറ്റ്സ് ലെഫ്റ്റ് ടു ദ y ആക്സിസ് എന്നാണ് അർത്ഥം. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞു നെഗറ്റീവ് y ആക്സിസിന്റെ എപ്പോഴും എവിടെയായിരിക്കും? ലെഫ്റ്റിലായിരിക്കും. അതായത് -2 3 എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ്സ് ലെഫ്റ്റ് ടു ദ y ആക്സിസ് ഉണ്ടോ? ലെഫ്റ്റ് ടു ദ y ആക്സിസ് ആൻഡ് പിന്നെന്താണ് 3 യൂണിറ്റ്സ് എബവ് ദ എക്സ് ആക്സിസ്. നോക്കൂ, -2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂണിറ്റ്സ് ലെഫ്റ്റ് ടു ദ y ആക്സിസ് ആൻഡ് 3 യൂണിറ്റ്സ് എബവ് ദ എക്സ് ആക്സിസ്. ഇതായിരിക്കും അല്ലെ -2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ -3 -4 -2 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ അർത്ഥം? 4 യൂണിറ്റ്സ് അല്ലേ? -4 അല്ല, -4 -3 -4 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 4 യൂണിറ്റ്സ് ലെഫ്റ്റ് ടു ദ y ആക്സിസ് ആൻഡ് 3 യൂണിറ്റ്സ് ബിലോ ദി y ആക്സിസ് എന്ന് വരിക അല്ലേ? ബിലോ ദി എക്സ് ആക്സിസ് എന്ന് വരിക. അതായത് ഇവിടെയാണ് -4 -3. ആദ്യം പറയുന്നത് എപ്പോഴും y ആക്സിസിന് എത്ര ദൂരം, അതായത് കണ്ടോ -4 യൂണിറ്റ്സ് ലെഫ്റ്റ് ടു ദ y ആക്സിസ്, -3 അപ്പൊ -3 ആകുമ്പോൾ വീണ്ടും താഴോട്ട് ബിലോ ദി എക്സ് ആക്സിസ് എന്നാണ് അതിന്റെ മീനിങ്.
അപ്പോൾ അത് ഏത് പോയിന്റ് പറഞ്ഞാലും അതായത് നമുക്ക് ഇങ്ങനെ പറയാം. ഇവിടെ എങ്ങനെയായിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ് ആയിരിക്കും, എക്സ് കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, എക്സ് നെഗറ്റീവ് ആയിരിക്കും. വൈ എങ്ങനെയായിരിക്കും? വൈ എങ്ങനെ വരിക? വൈ ഇതാ ഇങ്ങനെ മുകളിലോട്ട് അല്ലേ, അതായത് വൈ പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ എന്തായിരിക്കും പ്രത്യേകത? തേർഡിലാണ് നമുക്ക് എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും, എക്സ് നെഗറ്റീവ് ആയിരിക്കും, വൈയും നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ് ആയിരിക്കും, വൈ നെഗറ്റീവ് ആയിരിക്കും. അപ്പം അതാണ് നമുക്ക് പിന്നെ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഏകദേശം എല്ലാമായി. പിന്നെ ഏതൊരു പോയിന്റ് തന്നാലും നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റണം കേട്ടോ. ഇനി പിന്നെ ഇനി അടുത്ത പേജ് എടുക്കട്ടെ. അടുത്ത പേജ് ഇനി പിന്നെ ഫോർ എനി ഇക്വേഷൻ ഇൻ എക്സ് ആൻഡ് വൈ we can isolate a set of points in the Cartesian coordinate system and the set of points is called the graph of the equation. അതായത് നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു, y ഈക്വൽ ടു 2x + 3 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ തന്നുവെങ്കിൽ അതിലെ പോയിന്റ്സ് നമുക്ക് എന്താ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ സെറ്റ് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ. അതായത് എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് വരും, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് വരും, എക്സിന് വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് എന്ത് വരും. അപ്പം അങ്ങനെ വരുന്നിട്ട് ആ പോയിന്റ്സ് എല്ലാം കൂടെ നമ്മൾ കോർഡിനേറ്റ്സ് ആക്കി അടയാളപ്പെടുത്തിയിട്ട് അതെല്ലാം നമ്മൾ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതെല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുക. അപ്പം നമ്മൾ എന്ത് പറയും? ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയും. ഗ്രാഫ് ഓഫ് ദ ലീനിയർ ഇക്വേഷൻ, ഇത് ലീനിയർ ഇക്വേഷൻ ആണല്ലോ, ഞാൻ പറഞ്ഞു എക്സിന്റെ വൈയുടെ എല്ലാം ഡിഗ്രി 1 ആണ്. ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആണ്. ആ ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മനസ്സിലായോ? പിന്നെ ഇനി നമുക്ക് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ അടുത്ത് പറയാനുള്ളത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? എന്താണ് ഓഫ് ദ ഇക്വേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് ഗിവൺ ബൈ y ഈക്വൽ ടു mx + b. ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ y ഈക്വൽ ടു mx + b where m and b are constants. m ഉം b യും കോൺസ്റ്റൻസ് ആയിരിക്കും. മനസ്സിലായോ? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ ലൈൻ ഈസ് y ഈക്വൽ ടു mx + b. ഇതില് എമ്മും ബിയും കോൺസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ എമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. എമ്മിനെ സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് പറയും. എമ്മിനെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആൻഡ് 0b ആണ് ഞാൻ എന്ത് പറയാ? y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എമ്മിനെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്നും പറയും ആൻഡ് 0bനെ y ഇന്റർസെപ്റ്റ്. എന്താണ്? y ഈക്വൽ ടു mx + b എമ്മിനെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്നും 0bയെ y ഇന്റർസെപ്റ്റ് എന്നും പറയും. ഇനി നിങ്ങളോട് നമുക്കിനി എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ചെയ്യാം. 2-3 പ്രോബ്ലംസ് ചെയ്യാം നമുക്ക്. Consider find the slope intercept form of ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3x + 5y ഈക്വൽ ടു 35.
ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഏത് ടൈപ്പ് ഇങ്ങനെ എക്സും വൈ ഉള്ള ഒരു ഇക്വേഷൻ തന്നെയാണ്. അത് നിങ്ങളോട് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ സോൾവ് ഫോർ വൈ ഇൻ ടേംസ് ഓഫ് എക്സ്. അതെ, വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിൽ ആക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാം? 5y ഈക്വൽ ടു 35 മൈനസ് 3x എന്ന് എഴുതാം. Therefore, y ഈക്വൽ ടു എന്ത് വന്നു നമുക്ക്? 35 മൈനസ് 3x ഡിവൈഡഡ് ബൈ 5 അല്ലേ? അതായത് 35/5 മൈനസ് 3/5x ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 7 മൈനസ് 3/5x. നമുക്ക് y ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിൽ തന്നെ എഴുതാമെങ്കിൽ മൈനസ് 3/5x പ്ലസ് 7 എഴുതാം. മനസ്സിലായോ? y ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിൽ നമ്മൾ എഴുതി. ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ. ഇനി ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ വരുള്ളൂ. എങ്ങനെ? 2x പ്ലസ് 3 ഈക്വൽ ടു 7 ഇങ്ങനെയാണ് തന്നിരിക്കുക. അതായത് എക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ എനിക്ക് എന്തെഴുതാം? 2x ഈക്വൽ ടു 7 മൈനസ് 3 എന്ന് എഴുതാം. എക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ജസ്റ്റ് പിന്നെ എക്സ് എന്താന്ന് എഴുതിയാൽ മതി കേട്ടോ. അതായത് 2x ഈക്വൽ ടു 7 മൈനസ് 3, എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ഈക്വൽ ടു 4 അല്ലേ? 7 മൈനസ് 3 4 ആണല്ലോ. 4/2 ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 2. അപ്പൊ ഇവിടെ വൈ ഇന്റർസെപ്റ്റ് ഫോം ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സോൾവ് ഫോർ എക്സ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, അത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്തത് പിന്നെ വേറെ രീതിയിൽ നമുക്ക് പറയാമെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് ഈസ് ദ പോയിന്റ്. എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ആണ് പറയാൻ പോകുന്നത്. എന്താണ് എക്സ് ഇന്റർസെപ്റ്റ് എന്താണ്? എക്സ് ഇന്റർസെപ്റ്റ് എന്താണ്? വൈ ഇന്റർസെപ്റ്റ് എന്താണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോയിന്റ് ആണ്. അത് വൈ ഇന്റർസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ആണ്. ഇതെന്താണ്? എക്സ് ഇന്റർസെപ്റ്റ് ഓഫ് ഈസ് ദ പോയിന്റ് വേർ ദ ഗ്രാഫ് ക്രോസസ് ദി എക്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിസിൽ എവിടെയാണ് ഗ്രാഫ്, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് ഇരിക്കുക. അപ്പൊ ആ ഗ്രാഫ് എവിടെയാണ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? എക്സ് ഇന്റർസെപ്റ്റ്. എക്സ് ഇന്റർസെപ്റ്റ് ഓഫ് എ പോയിന്റ് ഈസ് ദ എക്സ് ഇന്റർസെപ്റ്റ് ഈസ് ദ പോയിന്റ് വെയർ ദ ഗ്രാഫ് ക്രോസസ് ദി എക്സ് ആക്സിസ്. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അർത്ഥം? വൈ ഇന്റർസെപ്റ്റ് ഈസ് ദ പോയിന്റ് വെയർ ദ ലൈൻ ക്രോസസ് ദി വൈ ആക്സിസ്. വൈ ആക്സിസിനെ എവിടെയാണോ ക്രോസ് ചെയ്യുക അതിനെയാണ് വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അല്ല ഇങ്ങനെ എടുത്താൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്താലും മതി. ഇങ്ങനെ എടുത്തോളും. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് വെച്ചാൽ എവിടെയാണോ എക്സിനെ ലൈൻ ക്രോസ് ചെയ്യുന്നത് ഈ പോയിന്റ്. വൈനെ എവിടെയാണ് ക്രോസ് ചെയ്യുന്നത്? ഈ പോയിന്റിലാണ് വൈനെ ക്രോസ് ചെയ്യുന്നത്. വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ പിന്നെന്താ പറയാ? സിൻസ് ദ ലൈൻ ക്രോസസ് ദ വൈ ആക്സിസ് വെയർ എക്സ് ഈക്വൽ ടു 0. വൈ ആക്സിസിനെ ക്രോസ് ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ഈക്വൽ, അതായത് ഇവിടെ വൈ ആക്സിനെ ക്രോസ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0-ലല്ലേ? എക്സ് ഈക്വൽ ടു 0. ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ വൈ ഇന്റർസെപ്റ്റ് ഈസ് ഓൾവേസ് 0. നോക്കൂ, ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് എന്താ വരിക? 0. ഞാൻ ഈ പോയിന്റ് ഞാൻ 2 ആണെന്ന് വിചാരിക്കുക. 0 2 ആണ് ഞാൻ ഇവിടെ ഈ പോയിന്റിനെ എഴുതുക. അപ്പൊ എപ്പോഴും ഇത് വൈ ഇന്റർസെപ്റ്റ് ആണല്ലോ. വൈ ഇന്റർസെപ്റ്റിന്റെ മനസ്സിലായോ? ഈ പോയിന്റ് എന്ന് വെച്ചാൽ 0 2 ആയിരിക്കും. അതായത് എക്സ് കോർഡിനേറ്റ് ഇതിന്റെ വൈ ആക്സിൽ കിടക്കുന്നതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ 0 2 ആയിരിക്കും. അപ്പൊ വൈ ഇന്റർസെപ്റ്റ് എപ്പോഴും എന്തായിരിക്കും? വൈ ഇന്റർസെപ്റ്റില് എക്സ് കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അതേപോലെ ഞാൻ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ വരും? 3 0. അതായത് ഇതിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അത് എക്സ് ഇന്റർസെപ്റ്റ് എപ്പോഴും എന്തായിരിക്കും? എക്സ് ഇന്റർസെപ്റ്റില് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ അത് രണ്ടും ഓർമ്മിച്ച് വെക്കാം. ഇനി അതായത് എന്താണ്
the coordinate of the y-intercept. അപ്പം ഇനി y-intercept കിട്ടണം എന്നുണ്ടെന്ന് വിചാരിക്കുക. The y-coordinate of the y-intercept. y-intercept ആണ് ഇത് 0, 2 എന്ന് പറയുന്നത്. അപ്പൊ y-coordinate of the y-intercept is obtained by setting x equal to 0 and solving the equation for y. y-intercept കിട്ടാൻ വേണ്ടിയിട്ട് x 0 എന്ന് ഇടുകയാണ്. എക്സ് കോർഡിനേറ്റ് 0 എന്ന് ഇടുക. അതുപോലെ എക്സ് ഇന്റർസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തിടണം, y ഈക്വൽ ടു 0 എന്ന് ഇടുക. അതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. കൺസിഡർ ദ ഇക്വേഷൻ y ഈക്വൽ ടു 2x മൈനസ് 3 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ y ഇന്റർസെപ്റ്റ് കിട്ടാൻ എന്ത് വേണം? y ഇന്റർസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? എക്സ് 0 ഇടുക. എക്സ് 0 ഇടുമ്പോൾ എന്താ വരിക? y ഇന്റർസെപ്റ്റിൽ എക്സ് 0 ഇടുമ്പോൾ 2 × 0 മൈനസ് 3 എന്ന് വരും. അതായത് -3. y ഈക്വൽ ടു -3. അപ്പോൾ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് പോയിന്റ് ആയിട്ടാണ് എഴുതേണ്ടത്. 0, -3 ഇതായിരിക്കും y ഇന്റർസെപ്റ്റ്. ഇതേപോലെ എക്സ് ഇന്റർസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് y ഈക്വൽ ടു 0 എന്ന് ഇടുക. പിന്നെ ഇനി പിന്നെ നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്, ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 2 പോയിന്റ്സ് എങ്കിലും കിട്ടണം. അപ്പോഴേ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ലീനിയർ ഫംഗ്ഷൻ, അതായത് അത് പറഞ്ഞല്ലോ y ഈക്വൽ ടു 2x മൈനസ് 3 എന്ന് പറഞ്ഞാൽ അതൊക്കെ ലീനിയർ ഫംഗ്ഷനാണ്. കാരണം ഡിഗ്രി ഓഫ് ദ വേരിയബിൾസ് 1 ആയതുകൊണ്ട് അങ്ങനത്തെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ എപ്പോഴും ആ പോയിന്റ്സ് എല്ലാം അതിലുള്ള പോയിന്റ്സ് എല്ലാം എവിടെ കിടക്കും? ഒരു പിന്നെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പോയിന്റ്സ് എല്ലാം ഒരു ലീനിയർ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പോയിന്റ്സ് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കും. മനസ്സിലായോ? ഗ്രാഫ് വരയ്ക്കുന്ന കാര്യം നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ.